യൂറോപ്പയിലെ ജലത്തിൻ്റെ സാന്നിധ്യവും ജീവൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി നാസ വിക്ഷേപിച്ച ദൗത്യമാണ് യൂറോപ്പ ക്ലിപ്പർ. 2024 ഈ ഒരു കോപ്പ അമേരിക്കയ്ക്ക് വേദിയാകുന്നത് എവിടെയാണ്? 2024 കോപ്പ അമേരിക്കയ്ക്ക് വേദിയാകുന്നത് അമേരിക്കയിൽ തന്നെയാണ് കേട്ടോ, USA നടക്കുന്നത്. നമസ്കാരം, എല്ലാവർക്കും എൻട്രിയുടെ യൂട്യൂബ് സെഷനിലോട്ട് സ്വാഗതം. ഞാൻ ജയേഷൻ നാവായിക്കുളം. കൂട്ടുകാരെ, ഇന്നത്തെ സെഗ്മെൻറ്റിൽ നമ്മളെല്ലാവരും ചർച്ച ചെയ്യാൻ പോകുന്നത് സ്പോർട്സ്, ആർട്സ്, കൾച്ചർ ആൻഡ് സ്പേസ് ടെക്നോളജി. സ്പോർട്സ്, ആർട്സ്, കൾച്ചർ ആൻഡ് സ്പേസ് ടെക്നോളജി എന്നീ മേഖലകളിൽ നിന്ന് ഡിഗ്രി ലെവൽ പ്രിലിംസ് ഫേസ് 2 ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളുടെ അനാലിസിസ് വീഡിയോ ആണ്. സോ എല്ലാവർക്കും വെൽക്കം ടു എൻട്രീസ് ക്ലാസ്. ഇവിടെ നോക്കിയ കൂട്ടുകാരെ, ഇവിടെ ഞാൻ ആദ്യം ഉൾപ്പെടുത്തിയിരിക്കുന്ന ചോദ്യം മറ്റൊരു ചോദ്യമാണ്, കറണ്ട് അഫേഴ്സിൽ നിന്നുള്ള ചോദ്യം തന്നെയാണ്. ചോദ്യം ഇങ്ങനെയാണ്: ആരാണ് ഛത്തീസ്ഗഡിൻ്റെ നിലവിലെ മുഖ്യമന്ത്രി? ആരാണ് ഇപ്പോൾ നിലവിലെ ഛത്തീസ്ഗഡിൻ്റെ മുഖ്യമന്ത്രി? കഴിഞ്ഞ ഈ ഒരു സെക്കൻഡ് ഫേസിലെ ഈ ഒരു എക്സാമിന് തലേ ദിവസം നമ്മുടെ എൻട്രിയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. കറണ്ട് അഫേഴ്സിൻ്റെ പോർഷനിൽ നിന്ന് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നല്ലേ? ആ ഒരു വീഡിയോയിൽ ഞാൻ വളരെ സ്പെസിഫിക് ആയിട്ട് എടുത്തു പറഞ്ഞൊരു ചോദ്യമായിരുന്നു 6 സംസ്ഥാനങ്ങളിലെ പുതിയ തെരഞ്ഞെടുപ്പും കൂടാതെ 6 സംസ്ഥാനങ്ങളിലെ അവിടുത്തെ പുതിയ മുഖ്യമന്ത്രിമാരും. സോ ആ മേഖലയിൽ നിന്ന് തന്നെ ഒരു ചോദ്യം ചോദിച്ചു. സോ അറിഞ്ഞിരിക്കുക, ഛത്തീസ്ഗഡിൻ്റെ നിലവിലെ മുഖ്യമന്ത്രി വിഷ്ണു ഡിയോ സായി ആണ് നിലവിലെ ഛത്തീസ്ഗഡിൻ്റെ നിലവിലെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. സോ കൂടാതെ മറ്റ് 5 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രികൾ കൂടി നമുക്കൊന്ന് റിവൈസ് ചെയ്തിട്ട് പോകാം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്കിലും ഒന്നുകൂടെ നമുക്കൊന്ന് റിവൈസ് ചെയ്തിട്ട് പോകാം. അടുത്തൊരു എക്സാമിന് 3rd ഫേസിൽ നമുക്കൊന്ന് എക്സ്പെക്ട് ചെയ്യാം. ന്യൂ ചീഫ് മിനിസ്റ്റർ ഓഫ് മിസോറാമിൻ്റെ പുതിയ ചീഫ് മിനിസ്റ്റർ ആരെന്ന് ചോദിച്ചാൽ ലാൽഡുഹോമയാണ് മിസോറാമിൻ്റെ പുതിയ CM എന്ന് പറയുന്നത്. മോഹൻ യാദവ് മധ്യപ്രദേശിൻ്റെ പുതിയ CM ആരാണ്? മോഹൻ യാദവ്. ഭജൻ ലാൽ ശർമ്മ, അദ്ദേഹം രാജസ്ഥാൻ്റെ പുതിയ CM ആണ്. രാജസ്ഥാൻ്റെ പുതിയ CM ആരെന്ന് ചോദിച്ചാൽ ഭജൻ ലാൽ ശർമ്മ. ഛത്തീസ്ഗഡിൻ്റെ പുതിയ CM വിഷ്ണു ഡിയോ സായി. ഇതാണ് നമ്മുടെ കഴിഞ്ഞ ഫേസ് 2 ചോദിച്ച ഒരു ചോദ്യം. രേവന്ത് റെഡ്ഡി, അദ്ദേഹം തെലങ്കാനയുടെ പുതിയ CM ആണ്. തെലങ്കാനയുടെ നിലവിലെ CM ആരെന്ന് ചോദിച്ചാൽ രേവന്ത് റെഡ്ഡി. എങ്കിൽ കർണാടകയുടെ നിലവിലെ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ സിദ്ധരാമയ്യ. സോ നമുക്കൊന്നും കൂടെ റിവൈസ് ചെയ്യാം. മിസോറാമിൻ്റെ CM ലാൽഡുഹോമ, മധ്യപ്രദേശ് മോഹൻ യാദവ്, രാജസ്ഥാൻ ഭജൻ ലാൽ ശർമ്മ, ഛത്തീസ്ഗഡ് വിഷ്ണു ഡിയോ സായി, തെലങ്കാന രേവന്ത് റെഡ്ഡി, കർണാടക സിദ്ധരാമയ്യ. സോ ഇത്രയും കോണ്ടന്റുകൾ ഈ ഭാഗത്ത് നിന്ന് അറിഞ്ഞിരിക്കുക. നമുക്ക് എന്തായാലും ആ ഒരു ടോപ്പിക്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ചോദ്യം ഇതാണ്: സമുദ്രത്തിലെ സൂക്ഷ്മജീവികളെക്കുറിച്ചും അന്തരീക്ഷത്തിലെ സൂക്ഷ്മാണുക്കളെക്കുറിച്ചും പഠിക്കുവാൻ 2024 ഫെബ്രുവരി 8 പേസ് എന്ന പേരിലുള്ള ഒരു ഉപഗ്രഹം നാസ വിക്ഷേപിച്ചു. എങ്കിൽ ഈ ഒരു പേസിൻ്റെ ഫുൾ ഫോം എന്താണ്? പേസ് എന്നാൽ എന്താണ്? ഇതാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ നാസയുടെ ഒരു ദൗത്യത്തിൻ്റെ ഫുൾ ഫോമാണ് നമ്മുടെ PSC ഒരു ചോദ്യം വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ടഫായ ഒരു ചോദ്യം തന്നെയായിരുന്നു. കാരണം നമ്മൾ സാധാരണ പഠിക്കുന്നത് നമ്മുടെ ഇന്ത്യയുടെ സ്പേസ് ഏജൻസിയായ ISRO വിക്ഷേപിച്ചിട്ടുള്ള ദൗത്യം, അതിൻ്റെ ഫുൾ ഫോം ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ നാസയുടെ ദൗത്യമൊന്നും നമ്മൾ നോക്കാറില്ല. പക്ഷേ ആ ഒരു മേഖലയിൽ നിന്ന് PSC ചോദിച്ചു. ഇവിടെ നോക്കിക്കേ, പേസ് എന്നാൽ എന്താണ്? പ്ലാങ്കറ്റോൺ എറോസൽ ക്ലൗഡ് ഓഷൻ എക്കോസിസ്റ്റം. ഇതായിരുന്നു പേസ് എന്നാൽ. പ്ലാങ്കറ്റോൺ എറോസോൾ ക്ലൗഡ് ഓഷൻ എക്കോസിസ്റ്റമാണ് പേസ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഞാൻ പറയുന്നത്, നിങ്ങൾ ചെയ്യേണ്ടത് നാസയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചില ദൗത്യങ്ങൾ കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം. കാരണം ഫേസ് 1 മറ്റൊരു ചോദ്യം ഉണ്ടായിരുന്നു: താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ വംശജരുടെ ഉപഗ്രഹമല്ലാത്തത്? ഇവിടെ ഇന്ത്യൻ വംശജരുടെ, നമ്മുടെ ഇന്ത്യയുടെ ഉപഗ്രഹങ്ങളായിരുന്നു എക്സ്പോസാറ്റും റോസസിയും കൂടാതെ ഹൈസിസും. IXPE ഓപ്ഷൻ ബിയിൽ പറയുന്ന IXPE നാസയുടെ ദൗത്യമായിരുന്നു. സോ വളരെ സ്പെസിഫിക് ആയിട്ട് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ആൻസർ ചെയ്യാൻ കഴിയൂ. സോ എനിക്ക് മനസ്സിലായത്, എൻ്റെ അനാലിസിസ് എനിക്ക് തോന്നിയ ഒരു കാര്യം, നാസയുടെ ദൗത്യങ്ങൾ വീണ്ടും PSC ചോദിക്കും. നാസയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചില ദൗത്യങ്ങൾ കൂടി നിങ്ങൾ പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. നാസയുടെ പ്രധാന ദൗത്യങ്ങൾ ഇനി മുതൽ നമ്മൾ പഠിച്ചിട്ട് പോകണം. കാരണം PSC അടുത്തിടെ നടന്ന ഫേസ് 1 ഫേസ് 2 നാസയുമായി ബന്ധപ്പെട്ട ചില ചോദ്യത്തിൽ വന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഓപ്ഷൻസിൽ വന്നിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നാസയുടെ പ്രധാനപ്പെട്ട ദൗത്യങ്ങൾ തന്നെയാണ്. അതിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ദൗത്യമാണ് ഒസിരിക്സ് റെക്സ്. ബെന്നു എന്ന ചിഹ്നഗ്രഹത്തിൽ നിന്ന് പാറക്കഷ്ണങ്ങൾ ഉൾപ്പെടെയുള്ള സാമ്പിളുകൾ ശേഖരിച്ച് ഭൂമിയിലോട്ട് തിരിച്ചെത്തിയ നാസയുടെ ദൗത്യം ഏതെന്ന് ചോദിച്ചാൽ ഒസിരിക്സ് റെക്സ് ആണ്.
ബെന്നു എന്ന ചിഹ്നഗ്രഹത്തിൽ നിന്ന് പാറക്കഷ്ണങ്ങൾ ഉൾപ്പെടെയുള്ള സാമ്പിളുകൾ ശേഖരിച്ച് ഭൂമിയിലോട്ട് തിരിച്ചെത്തിച്ച നാസയുടെ ദൗത്യമേതെന്ന് ചോദിച്ചാൽ മക്കളെ നിങ്ങളെല്ലാവരും പറയേണ്ടത് ഒസിരിക്സ് റെക്സ് ആയിരുന്നു. അടുത്തതായി മറ്റൊരു ദൗത്യമാണ് യൂറോപ്പ ക്ലിപ്പർ. അതായത് ജൂപ്പിറ്ററിൻ്റെ ഒരു വലിയൊരു ഉപഗ്രഹമാണ് യൂറോപ്പ എന്ന് പറയുന്നത്. ജൂപ്പിറ്ററിൻ്റെ ഒരു വലിയൊരു ഉപഗ്രഹമാണ് മൂണാണ് യൂറോപ്പ എന്ന് പറയുന്നത്. യൂറോപ്പയിലെ ജലത്തിൻ്റെ സാന്നിധ്യവും ജീവൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി നാസ വിക്ഷേപിച്ച ദൗത്യമാണ് യൂറോപ്പ ക്ലിപ്പർ. യൂറോപ്പ ക്ലിപ്പർ നമുക്കറിയാം നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹമല്ല ഗ്രഹമാണ് ജൂപ്പിറ്റർ എന്ന് പറയുന്നത്. അടുത്തത് ആർട്ടമിസ് പ്രോഗ്രാമിൻ്റെ മറ്റൊരു ദൗത്യമാണ് ആർട്ടമിസ് 2. നാസയാണ് നടപ്പിലാക്കുന്നത്. 2025 ഈ ഒരു ദൗത്യം നടപ്പിലാക്കും. നാസ 2025 നടപ്പിലാക്കുന്ന ആർട്ടമിസ് പ്രോഗ്രാമിലെ മറ്റൊരു ദൗത്യമാണ് ആർട്ടമിസ് 2 എന്ന് പറയുന്നത്. അടുത്തതായി വൈപ്പർ ആണ് കേട്ടോ. വൈപ്പർ അതായത് മൂണിൻ്റെ ചൊവ്വയിലെ വാട്ടറിൻ്റെ ജലത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി നാസ വിക്ഷേപിക്കുന്ന ദൗത്യമാണ് വൈപ്പർ എന്നാണ് അതിൻ്റെ പേര് നൽകിയിരിക്കുന്നത്. പെർസെവറൻസ് റോവർ അതായത് ഒരു മൂണിലെ ഈ ഒരു ജീവൻ്റെ സാന്നിധ്യം, പുരാതനമായിട്ടുള്ള ജീവൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി നാസ വിക്ഷേപിച്ച് നടപ്പിലാക്കിയ ഒരു ദൗത്യമായിരുന്നു പെർസീവറൻസ് റോവർ എന്ന് പറയുന്നത്. 2020 ഇത് വിക്ഷേപിച്ചത്. കൂടാതെ മൂണിൻ്റെ ഉപരിതലത്തിൽ ഇത് ലോഞ്ച് ചെയ്തത് അല്ലെങ്കിൽ അതിൻ്റെ ഉപരിതലത്തിൽ ലാൻഡ് ചെയ്തിരിക്കുന്നത് 2021. അടുത്തതായ മറ്റൊരു ദൗത്യമാണ് ജൂനോ എന്നാൽ ഈ ഒരു ജൂപ്പിറ്ററിൻ്റെ ഓർബിറ്റിൽ എത്തിച്ച നാസയുടെ ഒരു ദൗത്യം. ജൂപ്പിറ്ററിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ജൂപ്പിറ്ററിൻ്റെ ഓർബിറ്റിൽ എത്തിച്ചിരിക്കുന്ന നാസയുടെ ദൗത്യമാണ് ജൂനോ. അപ്പോൾ മക്കളെ ഇവിടെ 6 ദൗത്യങ്ങളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. 6 ദൗത്യങ്ങളല്ല, ഇതിൽ കൂടുതൽ ദൗത്യങ്ങൾ നമ്മുടെ നാസ നടപ്പിലാക്കിയിട്ടുണ്ട്. നമുക്കൊരു സമയപരിമിതിയുണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു 6 പ്രധാനപ്പെട്ട ദൗത്യങ്ങൾ മാത്രം നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഒരുപക്ഷെ ഇത് ചോദിക്കുകയാണെങ്കിൽ ഇതെല്ലാം നമുക്ക് ബോണസ് ആയിട്ട് അങ്ങ് കരുതാം കേട്ടോ. ശരിയെങ്കിൽ നമുക്ക് എന്തായാലും അടുത്തൊരു ചോദ്യത്തിലോട്ട് പോകാം. ചോദ്യം ഇതാണ്, സ്പോർട്സിൽ നിന്ന് ചോദിച്ചൊരു ചോദ്യമായിരുന്നു. സ്പോർട്സ് കേട്ടോ. അപ്പോൾ ചോദ്യം ഇങ്ങനെയായിരുന്നു, 2026 ശൈത്യകാല ഒളിമ്പിക്സ് എവിടെയാണ് നടക്കുന്നത്? 2026 ഇനി ഈ ഒരു ശൈത്യകാല ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെയാണ്? വെന്യൂസ് നമുക്കറിയാം, വേദികൾ PSCയുടെ ഒരു സ്ഥിരം മേഖലയാണ്. അതും ഈ ഒരു സ്പോർട്സിൽ നിന്ന് പലപ്പോഴും PSC എല്ലാ എക്സാംസിനും ചോദിക്കാറുണ്ടല്ലേ. സോ നമുക്ക് നോക്കാം, 2026 ശൈത്യകാല ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഓപ്ഷൻ C ആണ് റൈറ്റ് ആൻസർ. മിലാനും കോർട്ടിന ഡി ആംബസോയും അവിടെ വെച്ചാണ് ഈ ഒരു 2026 ശൈത്യകാല ഒളിമ്പിക്സിന് വേദിയാവുന്നത്. ഇറ്റലിയിലാണ് ഈ ഒരു മിലാനും കോർട്ടിന ഡി ആംബസോ എന്ന് പറയുന്നത് കേട്ടോ. ഫിഫ വേൾഡ് കപ്പ് വെന്യൂ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമല്ലേ. എങ്കിൽ ഏറ്റവും ഒടുവിൽ നടന്ന ഫിഫ വേൾഡ് കപ്പ് ഖത്തർ ഫിഫ വേൾഡ് കപ്പ് ആയിരുന്നു. ഖത്തർ ഫിഫ വേൾഡ് കപ്പിൽ വിജയിച്ചിരിക്കുന്നത് നമുക്കറിയാം അർജന്റീനയാണല്ലേ, അർജന്റീന. സോ ഇവിടെ 2022 ഫിഫ വേൾഡ് കപ്പ് നടന്നിരിക്കുന്നത് എവിടെയാണ്? ഖത്തറിലാണ് കേട്ടോ. ഖത്തറിലാണ് നടന്നത്. 2026 നടക്കുന്നത് നോർത്ത് അമേരിക്ക എന്ന ഒരു കോണ്ടിനെന്റിൽ വെച്ചാണ്. നോർത്ത് അമേരിക്കയിൽ വെച്ചാണ് 2026 ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നത്. അതായത് നോർത്ത് അമേരിക്കയിലെ 3 രാജ്യങ്ങളിൽ വെച്ചാണ് 2026 ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നത്. ആ രാജ്യങ്ങൾ കാനഡ, മെക്സിക്കോ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ചോദ്യം വരുന്നത് ഇങ്ങനെ ആയിരിക്കാം, 2026 ഈ ഒരു ഫിഫ വേൾഡ് കപ്പിന് വേദിയാകാത്ത രാജ്യം ഏത്? 4 ഓപ്ഷൻസിൽ ഈ പറയുന്ന മൂന്നിൽ ഉൾപ്പെടാത്ത ഏതെങ്കിലും ഒന്ന് തരാൻ സാധ്യതയുണ്ടല്ലേ. സോ ആ ഒരു ചോദ്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. 2026 ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നത് 3 രാജ്യങ്ങളിൽ വെച്ച്, കാനഡ, മെക്സിക്കോ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഇവിടെ നോക്കിയാൽ 2030 ഇനി നടക്കാനിരിക്കുന്ന 2030 ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നത് ഇവിടെ 3 കോണ്ടിനെന്റിൽ വെച്ചാണ്. 3 കോണ്ടിനെന്റിൽ നിന്ന് 6 രാജ്യങ്ങൾ. 3 കോണ്ടിനെന്റിൽ നിന്ന് 6 രാജ്യങ്ങൾ. ഇവിടെ നോക്കി ഏതൊക്കെയാണ് ആ കോണ്ടിനെന്റിൽ? യൂറോപ്പ്, ആഫ്രിക്ക, സൗത്ത് അമേരിക്ക. ഈ 3 കോണ്ടിനെന്റിൽ നിന്ന് 6 രാജ്യങ്ങളിലാണ് ഈ ഒരു 2030 ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നത്. രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പെയിൻ ഉണ്ട്, പോർച്ചുഗൽ, മൊറോക്കോ, അർജന്റീന, പരാഗ്വേ, ഉറുഗ്വേ എന്നീ 6 രാജ്യങ്ങളിലാണ് 2030 ഈ ഒരു ഫിഫ വേൾഡ് കപ്പിന് വേദിയാകുന്നത്. എന്നാൽ 2034 ഫിഫ വേൾഡ് കപ്പിന് വേദിയാകുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് സൗദി അറേബ്യയാണ്. സൗദി അറേബ്യ. സെറ്റല്ലേടാ. 2022 മുതൽ 34 വരെയുള്ള വേദികൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ്. ശരിയെങ്കിൽ നമുക്ക് എന്തായാലും അടുത്തതായി മറ്റൊരു വെന്യൂ നോക്കാം. 2024
ഈ ഒരു കോപ്പ അമേരിക്കയ്ക്ക് വേദിയാകുന്നത് എവിടെയാണ്? 2024 കോപ്പ അമേരിക്കയ്ക്ക് വേദിയാകുന്നത് അമേരിക്കയിൽ തന്നെയാണ് കേട്ടോ, USA നടക്കുന്നത്. കഴിഞ്ഞ 2021 കോപ്പ അമേരിക്കയ്ക്ക് വേദിയായത് ബ്രസീലിലായിരുന്നു കേട്ടോ. കോപ്പ അമേരിക്ക 2021 വേദിയായത് ബ്രസീലിലായിരുന്നു. അടുത്തതായി 37ാമത് ദേശീയ ഗെയിംസ് 2023 വേദിയായത് എവിടെയായിരുന്നു? PSC സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമല്ലേടാ ദേശീയ ഗെയിംസ്. അപ്പോൾ നാഷണൽ ഗെയിംസ് ഒന്ന് നോക്കി വെച്ചിരിക്കണം. അപ്പോൾ ദേശീയ ഗെയിംസ് 2023 37ാമത് ദേശീയ ഗെയിംസാണ് 2023 നടന്നിരിക്കുന്നത്. വേദിയായത് ഗോവയിലായിരുന്നു, ഗോവ. എങ്കിൽ ഇനി നടക്കാൻ പോകുന്ന ദേശീയ ഗെയിംസിന് വേദിയാകുന്നത് ഉത്തരാഖണ്ഡിലാണ്, ഉത്തരാഖണ്ഡ് കേട്ടോ. 38ാമത് ദേശീയ ഗെയിംസാണ് 2024 ഉത്തരാഖണ്ഡിന് വേദിയാകാൻ പോകുന്നത്. ഇത്രയും കണ്ടന്റുകൾ ഓക്കെ ആണല്ലോ? ശരിയെങ്കിൽ നമുക്ക് എന്തായാലും അടുത്തൊരു സ്ലൈഡിൽ പോവാം. വേദികൾ കഴിഞ്ഞിട്ടില്ല, എല്ലാവരും ഒന്ന് നോക്കാൻ ശ്രമിക്കുക. പ്രഥമ കേലോ ഇന്ത്യ പാരാ ഗെയിംസ് 2023 വേദിയാവുന്നത്, അല്ലെങ്കിൽ വേദിയായത് കേട്ടോ, വേദിയായത് ന്യൂഡൽഹിയിലാണ് കേട്ടോ, ഡൽഹിയിലാണ് വേദിയായത്. പ്രഥമ കേലോ ഇന്ത്യ പാരാ ഗെയിംസിന് വേദിയായത് ഡൽഹിയിലായിരുന്നു. കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2024 വേദിയായത് തമിഴ്നാട് കേട്ടോ. തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട 4 നഗരങ്ങളിൽ വെച്ചാണ് നടന്നത്. കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2024 വേദിയായത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാടാണ്. എങ്കിൽ കേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് 2024 വേദിയായത് ഓൾറെഡി നടന്നതാണ്. 2 സ്റ്റേജ് ആയിട്ടാണ് നടന്നിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേജ് നടന്നത് ലഡാക്കിലും, രണ്ടാമത്തെ സ്റ്റേജ് നടന്നത് ഗുൽമാർഗുമാണ്. ഗുൽമാർഗ് എന്നോ നിങ്ങൾക്ക് പറയാം. സോ നമുക്കൊന്നും കൂടെ നോക്കാം. ആ ഒരു കേലോ ഇന്ത്യ ഗെയിംസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യും. അതിൽ ആദ്യം പറയേണ്ടത് ദേശീയ ഗെയിംസാണ്. ദേശീയ ഗെയിംസ് 37ാമത് ദേശീയ ഗെയിംസ് 2023 നടന്നത് ഗോവയാണ്. കൂടാതെ 38ാമത് ദേശീയ ഗെയിംസിന് വേദിയാകാൻ പോകുന്ന ഉത്തരാഖണ്ഡാണ്. എങ്കിൽ പ്രഥമ കേലോ ഇന്ത്യ പാരാ ഗെയിംസിന് 2023 വേദിയായത് ന്യൂഡൽഹിയിലാണ്. കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2024 വേദിയായത് തമിഴ്നാട്. കേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് 2024 വേദിയായത് ലഡാക്കും ഗുൽമർഗുമാണ്. ഇവിടെ നോക്കിയേ, നമ്മുടെ PSC ചോദിക്കുന്ന മറ്റൊരു സ്ഥിരം ചോദ്യമല്ല 2023 അല്ലെങ്കിൽ ഈ ഒരു സംസ്ഥാന സ്കൂൾ കായികമേള, ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. 2023 സംസ്ഥാന സ്കൂൾ കായികമേള, അതായത് 65ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് വേദിയായത് കുന്നംകുളം തൃശ്ശൂരിലാണ്. സോ ചില വേദികളാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. കഴിഞ്ഞിട്ടില്ല, 2 വേദികൾ കൂടി നമുക്കൊന്ന് പരിശോധിച്ചിട്ട് പോകാം. ചോദ്യം ഇതാണ്: ICC മെൻസ് T20 വേൾഡ് കപ്പിന് വേദിയാകാൻ പോകുന്നത് ഏതൊക്കെ രാജ്യങ്ങളാണ്? ഇനി നടക്കാനിരിക്കുന്ന ICCയുടെ മെൻസ് T20 വേൾഡ് കപ്പിന് വേദിയാകാൻ പോകുന്നത് വെസ്റ്റ് ഇൻഡീസും USA ആണ്. ഇപ്പോൾ IPL കഴിഞ്ഞിട്ടുണ്ട്, അടുത്തത് T20 നടക്കാൻ പോകണല്ലേ. സോ മെൻസ് T20 വേൾഡ് കപ്പിന് വേദിയാകുന്നത് വെസ്റ്റ് ഇൻഡീസും അതുപോലെ തന്നെ USA-യുമാണ്. എങ്കിൽ ഇവിടെ ICC വിമൻസ് T20 വേൾഡ് കപ്പിന് വേദിയാകുന്നത് ഏത് രാജ്യത്ത് വെച്ചാണ്? ബംഗ്ലാദേശ് കേട്ടോ. രണ്ടും തിരിഞ്ഞു പോകരുത്. മെൻസിന്റെ T20 ICCയുടെ മെൻസിന്റെ T20 വേൾഡ് കപ്പ് നടക്കുന്നത് വെസ്റ്റ് ഇൻഡീസും USA-യും. കൂടാതെ ICC വിമൻസ് T20 വേൾഡ് കപ്പ് 2024 വേദിയാകുന്നത് ബംഗ്ലാദേശ്. സോ നമ്മുടെ വേദികൾ, സ്പോർട്സുമായി ബന്ധപ്പെട്ട ചില വേദികളാണ് ചർച്ച ചെയ്തത്. ഇവിടെ നിന്ന് ഏത് ചോദ്യങ്ങൾ വന്നാലും ഒന്ന് റഫർ ചെയ്ത് നിങ്ങൾ പഠിക്കുക കേട്ടോ. അത്യാവശ്യം ചോദിക്കാൻ സാധ്യതയുള്ള വേദികളെല്ലാം ഞാൻ ഈ ഒരു സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ട് ഇത് മാത്രം ചോദിക്കൂ എന്ന് എനിക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. ഇതിനപ്പുറവും ചോദ്യങ്ങളുണ്ട്. അതെല്ലാം ഒന്ന് റഫർ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഞാൻ മാക്സിമം നിങ്ങളോട്ട് കണ്ടന്റ് എത്തിക്കുന്നുണ്ടല്ലേ. ശരിയെങ്കിൽ നമുക്ക് എന്തായാലും അടുത്തൊരു ചോദ്യത്തിലോട്ട് പോകാം. ചോദ്യം ഇതാണ്: പരമ്പരാഗത നാടോടി നൃത്തമായ കൂമർ അറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഈ ഒരു ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഫേസ് 2-ൽ ചോദിച്ചൊരു ചോദ്യമാണ്. പരമ്പരാഗത നാടോടി നൃത്തമായ കൂമർ അറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? ഇവിടെ ഗുജറാത്ത്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ B ആണ് കേട്ടോ. ഓപ്ഷൻ B ആണ് റൈറ്റ് ആൻസർ. കൂമർ അറിയപ്പെടുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ രാജസ്ഥാനാണ്. അപ്പോൾ മക്കളെ, ഞാൻ ഇതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് കണ്ടന്റ് എടുക്കാൻ വന്നു കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്കറിയാം യൂഷ്വലി നമ്മുടെ PSC ചോദിക്കുന്ന ഒരു ടോപ്പിക്സ് ആണ് അതാത് സംസ്ഥാനങ്ങൾ, ആ സംസ്ഥാനങ്ങളുടെ ഈ ഒരു നൃത്തങ്ങളുമെല്ലാം അല്ലേ. അവിടെ നിന്ന് ഒരുപാട് തവണ പല സംസ്ഥാനങ്ങളുടെയും PSC ചോദിച്ചിട്ടുണ്ട്. സോ നിങ്ങളൊന്ന് റഫർ ചെയ്ത് പഠിക്കുക. അതായത് നൃത്തങ്ങൾ, അതാത് സംസ്ഥാനങ്ങളുടെ, സ്റ്റേറ്റ്സുകളുടെ കൺസേൺഡ് ആയിട്ടുള്ള ഡാൻസ് ഫോംസ് കൂടി നിങ്ങളൊന്ന് പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. അടുത്ത ഫേസ് 3-ൽ നമുക്കൊന്ന് എക്സ്പെക്ട് ചെയ്യാം. സോ അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയാൻ പോകുന്നില്ല. അടുത്തൊരു ചോദ്യത്തിലൂടെ കിടക്കുകയാണ്. ഇവിടെ നോക്കിയാൽ ചലച്ചിത്ര മേഖലയിൽ നിന്നുള്ള ചോദ്യമാണ്. ഇവിടെ നമുക്കറിയാം ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട ടോപ്പിക്സ് ഡിഗ്രി ലെവലിൽ നമുക്ക് പഠിക്കാനുണ്ട്. സോ അവിടെ നിന്ന് ചോദിച്ചൊരു ചോദ്യമായിരുന്നു, ആർട്സിൽ നിന്നുള്ളൊരു ചോദ്യമായിരുന്നു. ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ എപ്പോഴാണ് സ്ഥാപിതമായത്? ഒരു അത്യാവശ്യം ടഫായ ഒരു ചോദ്യമായിരുന്നു.
ഇങ്ങനെ ഈ ഒരു സൊസൈറ്റി ഒന്ന് ചോദിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ച് കാണില്ല. പക്ഷേ PSC ചോദിച്ചു. ഒരു പക്ഷേ എന്താ പറയുക, നിർഭാഗ്യവശാൽ PSC ചോദിച്ചു കളഞ്ഞിരിക്കുകയാണ്. ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആയിരുന്നു റൈറ്റ് ആൻസർ. 1955 മെയ് 11. 1955 മെയ് 11. ഇവിടെ ഫേസ് 1 ചോദിച്ച മറ്റൊരു ചോദ്യമാണ് കാഞ്ചന സീത എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? ഒരു ചോദ്യം ഫസ്റ്റ് ഫേസിൽ നിന്ന് വീണ്ടും ഞാൻ അങ്ങ് എടുത്തിരിക്കുകയാണ്. ഒരു അനാലിസിസിന് വേണ്ടിയാണ് ഈ ഒരു ചോദ്യം വീണ്ടും എടുത്തിരിക്കുന്നത്. കാഞ്ചന സീത എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? ജി അരവിന്ദനാണ് കേട്ടോ, ജി അരവിന്ദൻ. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2 ചോദ്യങ്ങൾ ഓൾറെഡി ഈ ഒരു ആർട്സിൽ നിന്ന്, സിനിമ എന്ന ആർട്സിൽ നിന്ന് ഫസ്റ്റ് ഫേസിൽ നിന്നൊരു ചോദ്യം വന്നു, വീണ്ടും ഈ ഒരു സെക്കൻഡ് ഫേസിലും ചോദിച്ചിട്ടുണ്ട്. സോ 2 എക്സാമിനും ഒരേ സബ്ജക്റ്റിൽ നിന്ന്, ഒരേ മേഖലയിൽ നിന്ന് ഓരോരോ ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, PSC എടുത്തിട്ടുണ്ട്. സോ ആ മേഖല നിങ്ങൾ സ്ട്രോങ് ആക്കി ഒന്ന് തേർഡ് ഫേസിലോട്ട് കടന്നു ചെല്ലുക. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ മലയാള സിനിമയുടെ ഉത്ഭവവും വളർച്ചയും എന്ന ടോപ്പിക്സ് ഒന്ന് വ്യക്തമായിട്ടൊന്ന് പഠിക്കുക. കൂടാതെ മലയാള സിനിമയും ദേശീയ അവാർഡ്സും, അല്ലെ, മലയാള സിനിമയും ദേശീയ അവാർഡ്സും കൂടാതെ മികച്ച സംവിധായകനുള്ള ദേശീയ അവാർഡ്സും, ഈ ഒരു ടോപ്പിക്സ് നമുക്ക് പഠിക്കാനുണ്ട്. അവിടെ നിന്ന് ചോദിച്ചൊരു ചോദ്യമാണ് ഈ ഒരു കാഞ്ചന സീത. കാര്യം കാഞ്ചന സീതയ്ക്ക് ദേശീയ അവാർഡ്സ് ലഭിച്ചിട്ടുണ്ട്. സംവിധായകന് ഈ ഒരു ജി അരവിന്ദന് മികച്ച സംവിധായകൻ എന്ന കാറ്റഗറിയിൽ ദേശീയ അവാർഡ്സ് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ അനാലിസിസ് വീഡിയോയിൽ ഞാൻ അതെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ആ ഒരു ഫസ്റ്റ് അനാലിസിസ് വീഡിയോ കൂടി ഒന്നും കൂടെ ഒന്ന് നോക്കുക കേട്ടോ. അങ്ങനെ നിങ്ങൾ ഈ ഒരു മികച്ച സംവിധായകനുള്ള ദേശീയ അവാർഡ്സ് എന്ന ഒരു കാറ്റഗറിയും കൂടാതെ മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ്സ് നേടിയ മലയാളികൾക്ക് എന്തെങ്കിലും അത്തരത്തിലുള്ള നേട്ടങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും പഠിക്കുക. മികച്ച നടനുള്ള ദേശീയ അവാർഡ്സ് നേടിയ മലയാള നടന്മാർ, അതുകൂടെ ആ ഒരു കാറ്റഗറി കൂടി നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. സോ മക്കളെ, ഞാൻ പറഞ്ഞു വന്നത് മലയാള സിനിമയുടെ ഉത്ഭവവും വളർച്ചയും കൂടാതെ മലയാള സിനിമയിൽ നിന്ന് ആ ഒരു ദേശീയ അവാർഡ്സ് കിട്ടിയിട്ടുള്ള സംവിധായകരും സിനിമാ നടന്മാരും സിനിമാ നടികളും അവരുടെ സിനിമയെല്ലാം ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. അവിടെ നിന്നായിരിക്കും ഇനിയൊരു ചോദ്യം വരാൻ സാധ്യത കൂടുതലുള്ളത്. ആർട്സിൽ നിന്ന് അങ്ങനെ ഒരു ചോദ്യം നമുക്ക് എന്തായാലും ഒന്ന് പ്രതീക്ഷിക്കാം. ശരിയെങ്കിൽ നമുക്ക് എന്തായാലും അടുത്തൊരു ചോദ്യത്തിലോട്ട് പോകാം. ചോദ്യം ഇതാണ്, COP28. ഈ ഒരു ചോദ്യം കറണ്ട് അഫേഴ്സിൽ നിന്ന് ചോദിച്ചൊരു ചോദ്യമാണ്. ഒരു പക്ഷേ നമുക്ക് വേണമെങ്കിൽ എൻവിറോൺമെൻറ്റൽ സയൻസുമായി ബന്ധപ്പെട്ട സമിറ്റുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയാം. സോ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന മേഖലയിൽ നിന്ന് ഞാൻ ഈ ഒരു കറണ്ട് അഫേഴ്സ് ഒന്ന് ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. COP28 പല PSCകളിലും പല PSC എക്സാമിലും സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കോപ്പ് എന്ന് പറയുന്നത്, അല്ലെ, കാലാവസ്ഥ ഉച്ചകോടി. COP28 വേദിയായത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ടത് ദുബായിലാണ്, UAE ദുബായിലാണ്. എങ്കിൽ COP28 ദുബായിലാണ് വേദിയായത് 2023. COP29 വേദിയാവുന്ന 2024 വേദിയാവുന്ന ബാക്കു അസർബൈജാനാണ്. COP30 വരാനിരിക്കുന്ന 2025 COP30 വേദിയാവുന്ന ബ്രസീലിലാണ് കേട്ടോ, ബ്രസീൽ. COP28 ദുബായിയാണ്, COP29 ബാക്കു അസർബൈജാൻ, COP30 ആകുമ്പോൾ ബ്രസീലാണ്. കൂടാതെ ഇവിടെ കോപ്പുമായി ബന്ധപ്പെട്ട കാലാവസ്ഥ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട ചില വേദികളാണ് നമ്മൾ ചർച്ച ചെയ്തത്. അത് മാത്രമല്ല മറ്റു വേദികളും ചോദിക്കാം. ഫോർ എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ G7 ചോദിക്കാം. PSC പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് G7 ഉച്ചകോടിയുടെ വേദിയായത് അവിടെ. പഴയ PSCയിലൊക്കെ ഒരുപാട് ചോദിച്ചതാണ്, നിങ്ങൾക്ക് അറിയാം അല്ലേ. സോ നമുക്ക് അതുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. 49ാമത് G7 ഉച്ചകോടി നടന്നത് ഹിരോഷിമ ജപ്പാനിലായിരുന്നു. G7 49ാമത് ഉച്ചകോടി നടന്നത് 2023 വേദിയായത് ഹിരോഷിമ ജപ്പാനിലായിരുന്നു. എങ്കിൽ 50ാമത് G7 ഉച്ചകോടി ഇനി നടക്കാൻ പോകുന്നത് 2024 ഇറ്റലിയിൽ വെച്ചാണ് കേട്ടോ, ഇറ്റലിയിൽ വെച്ചാണ് നടക്കുന്നത്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിക്ക് ഒരു സ്പെഷ്യൽ ഇൻവിറ്റേഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമ്മേളനത്തിൽ. അടുത്തതായിട്ട് 18ാമത് G20 ഉച്ചകോടിക്ക് വേദിയായത് ഇന്ത്യയാണ്. G20 ഒരു ഹോട്ട് ടോപ്പിക്സ് ആണ്. കൂട്ടുകാരെ, ഡിഗ്രി ലെവൽ എക്സാംസിന് ഇതുവരെ G20യുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നിട്ടില്ല. G20യുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഈ ഒരു തേർഡ് ഫേസിൽ ചോദിക്കാൻ സാധ്യതയാണ്. ഞാൻ നോട്ട് ചെയ്ത് പറയാണ്, G20 ഇന്ത്യയിൽ വെച്ച് നടന്ന ഒരു ഇവൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ G20യുമായി ബന്ധപ്പെട്ട കണ്ടന്റുകൾ നമുക്ക് തേർഡ് ഫേസിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ 18ാമത് G20 ഉച്ചകോടിക്ക് വേദിയായത് ഇന്ത്യയാണ് കേട്ടോ, ഇന്ത്യ. 19ാമത് G20 ഉച്ചകോടിക്ക് വേദിയാകുന്നത് ബ്രസീലിൻ്റെ പ്രസിഡന്റായ ലുലാഡ സിൽവയാണ് നമ്മുടെ ഡൽഹിയിൽ വെച്ച് ഈ ഒരു പ്രസിഡൻസി സ്ഥാനം ഔദ്യോഗികമായിട്ട് നരേന്ദ്രമോദിയുടെ കയ്യിൽ നിന്ന് കൈമാറിയിരുന്നത്. 2024 വേദിയാവുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രസീലിലാണ് കേട്ടോ. 18ാമത് G20 ആ ഡിജിറ്റ് നിങ്ങൾ മറക്കരുത്. കൂടാതെ 50ാമത് G7 ഉച്ചകോടി, അതൊന്നും നിങ്ങൾ മറന്നു പോകരുത്. അങ്ങനെ അങ്ങ് ചോദിക്കും. ശരിയെങ്കിൽ കഴിഞ്ഞിട്ടില്ല. ഇവിടെ നോക്കിയേ,
15ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത് സൗത്ത് ആഫ്രിക്കയാണ് കേട്ടോ. 15ാമത് നമ്പർ മറന്നു പോകരുതേ. 15ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത് എവിടെയെന്ന് ചോദിച്ചാൽ സൗത്ത് ആഫ്രിക്കയാണ്. 16ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്നത്, ഇനി വേദിയാകാൻ പോകുന്നത് റഷ്യയാണ് കേട്ടോ, റഷ്യ. അപ്പോൾ മക്കളെ, ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, വേദികൾ വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മൾ സ്പോർട്സുമായി ബന്ധപ്പെട്ട വേദികൾ പഠിച്ചു, കൂടാതെ മറ്റു വേദികളും പഠിച്ചു അല്ലേ. നമ്മൾ കാലാവസ്ഥ ആ ഒരു COP28 വേദിയാണ് PSC ചോദിച്ചിരിക്കുന്നത്. അത് എൻവിറോൺമെൻറ്റൽ സയൻസിൽ നിന്ന് ആ ഒരു സമ്മിറ്റിൽ നിന്ന് ചോദിച്ചതായിരിക്കാം എന്നൊരു കണക്ഷനിലാണ് ഈ ഒരു ചോദ്യം വീണ്ടും ഇവിടെ ഉൾപ്പെടുത്തുന്നത്. അതൊരു കറണ്ട് അഫയേഴ്സ് ചോദ്യം കൂടിയാണ്. സോ മക്കളെ, ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, അത്യാവശ്യം നല്ല ചോദ്യങ്ങളുണ്ട്. പഠിച്ചാലും അത്യാവശ്യം ടഫായിട്ടുള്ള ചോദ്യങ്ങൾ PSC ചോദിച്ചു തുടങ്ങി. ഫോർ എക്സാമ്പിൾ എടുക്കാൻ നാസയുടെ ആ ഒരു പേസ് എന്ന ദൗത്യത്തിൻ്റെ ഫുൾ ഫോം. സോ അത്തരത്തിൽ കൂടി നമ്മൾ ആഴത്തിലോട്ട് പഠിക്കേണ്ട ഒരു സമയം കൂടിയാണിത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നല്ല റെഫറൻസ് എടുത്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്തായാലും നമുക്ക് ഈ ഒരു 2020 മറിച്ച് നമ്മുടെ ഇനി വരുന്ന ഈ ഒരു ഡിഗ്രി ലെവൽ ഫേസ് 3യുടെ എക്സ്പെക്റ്റഡ് ചോദ്യം എന്ന ആ ഒരു സെഷൻ കൂടി ഞാൻ ചെയ്യാം. അതിൽ ഒരുപാട് ചോദ്യങ്ങൾ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കാം. മാക്സിമം നമ്മൾ പഠിക്കുന്ന ചോദ്യങ്ങളിൽ വന്നു കഴിഞ്ഞാൽ അതെല്ലാം നമുക്ക് ഒരു ബോണസായിട്ട് പ്ലസ് ബോണസായിട്ട് നമുക്കും കരുതാം അല്ലേ. സോ ഇന്നത്തെ സെഗ്മെൻറ്റ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യണം. നമുക്ക് എന്തായാലും മറ്റൊരു സെഗ്മെൻറ്റിലിരിക്കാം. താങ്ക് യു ഓൾ.